ഇങ്ങനെ കൊഴാന്നാവുമ്പോൾ നമുക്കിതെടുത്ത് അങ്ങ് തിന്നാൻ തോന്നും. ഇതാര് കാവിലെ ഭഗവതിയോ? Feel anything? No. വന്നിപ്പോൾ തിയേറ്ററിൽ എന്ത് റെസ്പോൺസാണ് ഒരു സിനിമയ്ക്ക് കിട്ടുന്നത്, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് റെസ്പോൺസാണ് ഇപ്പോൾ OTTയിൽ കിട്ടുന്നത്. ആട് 100 കോടി അടിച്ച് ഭയങ്കര കിടിലം പടം എന്ന് എല്ലാവരും പറഞ്ഞ് OTTയിലെത്തിയപ്പോഴും ഒരുത്തിന് ആ പടം വേണ്ട, ഇതെന്തൊരു ചളിപ്പടമാണ് എന്നാണ് എല്ലാവരും ഒരേപോലെ ചോദിക്കുന്നത്. 230 കോടി ടോട്ടൽ 330 crore ബിസിനസ് നടത്തിയ ദൃശ്യം 3 OTTയിലെത്തിയ പിന്നെ അതൊരു കോമഡി പീസായി. ഇതിൻ്റെ ഇടയിൽ പെട്ടുപോയ വേറൊരു സിനിമയാണ് അതിരടി. അതിരടി ഇറങ്ങിയത് കറുപ്പ് എന്ന സിനിമയുടെ ഒപ്പം തന്നെയാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു PR ഫൈറ്റ് തന്നെ നമ്മൾ കണ്ടു. അതിരടി കൊള്ളാമെന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ വന്നിട്ട് കറുപ്പ് ഫാൻസിൻ്റെ PR വർക്ക് വന്നിട്ട് നീയൊക്കെ പൈസ മേടിച്ചിട്ടല്ലടാ റിവ്യൂ ചെയ്യുന്നത്, നീയൊക്കെ പോയി കറുപ്പ് കാണടാ. എന്നിട്ട് കറുപ്പിൻ്റെ അടിയിൽ വന്നിട്ട് അതിരടി ഫാൻസിൻ്റെ അതിരടി വേറെ. ഇങ്ങനെ പലവിധമായ സംഭവങ്ങളാണ് അതിരടി സിനിമ തിയേറ്ററിൽ ഇറങ്ങിയതിന് ശേഷം ഇവിടെ നടക്കുന്നത്. സോ സിനിമയിലേക്ക് വരികയാണെങ്കിൽ സിനിമയിൽ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വന്നിട്ടുള്ളത് ബേസിൽ ജോസഫ്, ടൊവിനോ തോമസ്, വിനീത് ശ്രീനിവാസൻ ആൻഡ് ഷാൻ റഹ്മാൻ. ഡയറക്ടർ ബൈ അരുൺ അനിരുദ്ധൻ. നമ്മുടെ മിന്നൽ മുരളിയൊക്കെ എഴുതിയിട്ടുള്ള ആൾ തന്നെയാണ് ഇതിന് സംവിധാനം ചെയ്തിട്ടുള്ളത്. ഒരു കോളേജ് ഫെസ്റ്റ് നടത്താൻ വേണ്ടി ഒരാൾ വരികയാണ്. അയാൾ വരുന്നതിനൊരു കാരണമുണ്ട്. ഇനി ഞാൻ പറയാൻ പോകുന്നതിൽ പല സ്പോയിലേഴ്സ് ഉണ്ടാവും, അതുകൊണ്ട് അനാലിസിസ് വീഡിയോ എന്ന് കരുതി സ്പോയിലേഴ്സ് കണ്ട് അതറിഞ്ഞ് മാത്രം വീഡിയോ കാണുക. ഓക്കെ, അപ്പോൾ ഈ ഫെസ്റ്റ് നടത്താൻ വരുന്ന പയ്യൻ അതാണ് നമ്മുടെ സാംബോയ്, അതായത് നമ്മുടെ ബേസിൽ ജോസഫ്. ബേസിൽ ഈ ഫെസ്റ്റ് നടത്താൻ വരുന്നതിനൊരു കാരണമുണ്ട്. ആ കാരണമാണ് സിനിമയുടെ ഫസ്റ്റത്തെ 5 മിനിറ്റ് തന്നെ കാണിക്കുന്നത്. അതായത് കുസാറ്റ് കോളേജിൽ റിയൽ ലൈഫ് ഇൻസിഡൻ്റായിട്ട് സംഭവിച്ചൊരു കാര്യം, അതായത് ഒരു സ്റ്റാമ്പേഡ്. ഒരു ഫെസ്റ്റിന് നടുക്ക് ഒരു സ്റ്റാമ്പേഡ് പോലെ ആൾക്കാർ കൂട്ടം കൂടി അവിടെ ഒരു അപകടം നടക്കുകയും അങ്ങനെ കുറച്ച് പേര് മരണപ്പെടുകയും ചെയ്തു. ഈ ഒരു റിയൽ ലൈഫ് ഇൻസിഡൻറ്റ് തന്നെയാണ് ഇവർ സിനിമയിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുടങ്ങിക്കിടന്നിരുന്ന ഫെസ്റ്റ് നടത്താൻ വേണ്ടി അന്ന് ആ കോളേജ് ഫെസ്റ്റിൻ്റെ കൺവീനറായിരുന്ന ആൾ അയാളുടെ അനിയൻ തന്നെ വരികയാണ്. ഈ ഫെസ്റ്റ് നടത്താൻ നോക്കുന്നതിൻ്റെ ഇടയിൽ അതിൻ്റെയൊക്കെ ഒരു തത്രപ്പാടിൻ്റെ ഇടയിൽ അപ്പുറത്തൊരു ഗുണ്ടയുണ്ട്. ഈ ഗുണ്ട വെറൊരു ഗുണ്ടയല്ല, ഒരു ഗാനഗുണ്ടയാണ്. ഈ ഗാനഗുണ്ടയായിട്ട് വന്നതാണ് നമ്മുടെ ടൊവിനോ. ഈ ടൊവിനോയുടെ ക്യാരക്ടർ തന്നെ ഇത്തിരി ഗൂഫി ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഒട്ടും റിയലിസ്റ്റിക് അല്ലാതെ ഇച്ചിരി ഓവർ ദ ടോപ്പായിട്ട് നമ്മുടെയൊക്കെ രംഗണ്ണനെയൊക്കെ പോലെ ആ ഒരു ക്യാരക്ടറൈസേഷനാണ് ആ ഒരു കഥാപാത്രത്തിന് പിടിച്ചിട്ടുള്ളത്. പക്ഷെ അത് തന്നെ ആൾക്കാർക്ക് പലപ്പോഴും ക്രിഞ്ചായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. എനിക്ക് ആ ക്യാരക്ടർ നല്ലപോലെ വർക്കായൊരു സാധനമാണ്. പക്ഷെ അത് ഈ ഒരു സിനിമയിൽ ഒരു തരത്തിലും വേണ്ട രീതിയിൽ ഉപയോഗിച്ചിട്ടില്ല. ഈ സിനിമയിൽ ഇതൊരു കോമഡി സിനിമയായിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ ഈ സിനിമയിൽ ഞാൻ ആദ്യമായിട്ട് ചിരിക്കുന്നത് പടം കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ്. എക്സാക്റ്റ് സീൻ വരെ എനിക്ക് ഓർമ്മയുണ്ട്. അതായത് നമ്മൾ ശുഭദിനം പറയുന്ന ആ ചെറുക്കനുണ്ടല്ലോ, ആ ചെറുക്കൻ്റെ ഒരു ക്യാരക്ടർ ഒരു വോയിസ് മെസ്സേജ് അയക്കും. അവനത് മലയാളത്തിലും പറയും, അവനത് ഹിന്ദിയിലും പറയും. ആ ഒരു സീനിലാണ് ഈ സിനിമ തുടങ്ങി ഞാൻ ആദ്യമായിട്ട് ചിരിക്കുന്നത്. ഞാനപ്പോൾ വാച്ച് നോക്കി, എക്സാക്ട്ലി 1 മണിക്കൂറായിട്ടുണ്ട്. അപ്പോൾ അതുവരെ ഇവർ എസ്പെഷ്യലി ബേസിൽ ജോസഫും ഷെൽവിനും ഇവരുടെ കോളേജിലെ പരിപാടിയൊക്കെ കാണിച്ച് നമ്മളെ ചിരിപ്പിക്കാൻ നോക്കുന്നത് ഒന്നും തന്നെ ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഒരു തരത്തിലും വർക്കായില്ല. അതായത് പടം ബോറടിച്ച് ലാഗടിച്ച് ഇവർ ഓവർ ആക്ട് ചെയ്ത് ബോറാക്കി എന്നല്ല പറയുന്നത്. പക്ഷേ ഒരു തരത്തിലും ഈ ഒരു സീനൊക്കെ കണ്ട് ചിരിക്കണോ ഫണ്ണായിട്ട് എടുക്കണോ എന്നൊരു കൺഫ്യൂഷനായിരുന്നു എനിക്ക്. അതായത് ഈ 1 മണിക്കൂർ കണ്ടിട്ട് പോലും എനിക്ക് ഒരു സീനിലും ചിരി വന്നില്ല എന്നുള്ളതാണ്. അടുത്തൊരു പോയിൻ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പ്രശ്നം ഒരു തരത്തിലും ഇത് ഇമോഷണലി കണക്റ്റ് ആവുന്നില്ല എന്നുള്ളതാണ്. സിനിമ തുടങ്ങിയത് തന്നെ നല്ല രസമായിട്ടാണ്, നല്ലൊരു ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്തിട്ടാണ് സിനിമ തുടങ്ങിയത് തന്നെ. അതായത് ഈ മുടങ്ങി കിടക്കുന്ന ഫെസ്റ്റ് എങ്ങനെ ഇയാൾ നടത്തിയെടുക്കും. അപ്പോൾ അറ്റ്ലീസ്റ്റ് നടത്തിയെടുത്ത ശേഷമുള്ള അയാളുടെ ഒരു സന്തോഷത്തിൽ നമുക്കും ഒരു സന്തോഷം തോന്നണ്ടേ. പക്ഷേ ഇവിടെ ആ ഒരു പരിപാടി നടന്നിട്ടില്ല. ബേസിലൊരു മോശം നടനായതുകൊണ്ടോ അയാൾക്ക് ഇങ്ങനത്തെ ഇമോഷണൽ പരിപാടികൾ പുൾ ഓഫ് ചെയ്യാൻ പറ്റാത്തൊരു നടനൊന്നുമല്ല. പൊന്മാലിൽ നമ്മൾ കണ്ടതാണ് എത്ര കിടിലനായിട്ടാണ് ഒരു മെച്ചോർഡ് റോൾ അയാൾ ചെയ്യുക എന്ന് കാണുന്നത്. പക്ഷേ ഈ സിനിമയിലേക്ക് വരുമ്പോൾ ഒരു ഫെസ്റ്റ് അയാൾ നടത്തിയെടുക്കുകയാണ്, അത് ഒറ്റയ്ക്ക് ഏറെക്കുറെ ഒറ്റയ്ക്ക് നടത്തിയെടുക്കുകയാണ്. ഒരുപാട് ഹേർഡിൽസൊക്കെ ചാടി, പ്രത്യേകിച്ച് ഗാനഗുണ്ടയായിട്ടൊക്കെ ഫൈറ്റ് ചെയ്തിട്ടൊക്കെ. പക്ഷേ അയാൾ ജയിക്കുന്നു ലാസ്റ്റ്, നമുക്കൊന്നും തോന്നില്ല. ഇയാൾ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ഇതൊന്നും ഒരു പ്രശ്നങ്ങളായിട്ടോ ഒന്നും തോന്നുന്നില്ല. ഇനി നമുക്ക് ടൊവിനോയുടെ ക്യാരക്ടറിലേക്ക് വരാം. ഗുണ്ട പരിപാടികളൊക്കെ നിർത്തി പാട്ട് കച്ചേരിയായിട്ട് പാട്ടിൻ്റെ അരങ്ങേറ്റം നടക്കുന്നൊരു ഗുണ്ട. ആ പ്ലോട്ട് തന്നെ നല്ലൊരു പ്ലോട്ടാണ്. പക്ഷേ ഒരു തരത്തിലും ആവശ്യത്തിന് ഒരു ചിരി ജനറേറ്റ് ചെയ്യാൻ, ഒരു വർക്കാവുന്നൊരു കോമഡി ജനറേറ്റ് ചെയ്യാൻ ഈ ഒരു ക്യാരക്ടറിനെ കൊണ്ട് ഡയറക്ടർക്ക് സാധിച്ചിട്ടില്ല. അതുതന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു ലോ പോയിൻ്റ്. ടോവിനോനെ കൊണ്ട് ഈ ഒരു ക്യാരക്ടർ ചെയ്യിപ്പിച്ചു, പക്ഷെ അത് ടോട്ടലി വേസ്റ്റാക്കി.
ഇതിൻ്റെ ഡയറക്ടർ തന്നെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ഇത് ആക്ച്വലി ഗാനഗുണ്ട എന്നൊരു സിനിമ തന്നെ എസ്പെഷ്യലി ടൊവിനോയുടെ ക്യാരക്ടറിനെ വെച്ച് ചെയ്യാനിരുന്നതാണ്. ഇതിനേക്കാൾ ഭേദം എന്തുകൊണ്ട് അത് തന്നെയായിരുന്നു. കാരണം ആ ഒരു ക്യാരക്ടർ തന്നെ ഇവിടെ വേസ്റ്റായിപ്പോയി. നമുക്ക് ആവേശത്തിലെ രംഗണനെ പോലെയോ നമ്മുടെ ചട്ടമ്പി നാടിലെ മല്ലയനെ പോലെയോ അതേപോലത്തെ ഒരു ക്യാരക്ടറിന് കിട്ടേണ്ട ഒരു സ്ഥലത്താണ് ഇങ്ങനത്തെ ഒരു മിഡ് പടത്തിൽ ആ ഒരു ക്യാരക്ടർ ഒതുങ്ങിപ്പോയത്. അതുമായിട്ട് കണക്ട് ചെയ്ത് പറയാനാണെങ്കിൽ ഒരുപാട് ഹൈ മൊമെൻ്റ് ഉണ്ടാവേണ്ട കുറേ സീനുകളൊക്കെ ഉണ്ടായിരുന്നു. അതായത് ടൊവിനോ വന്നിട്ട് ആ റോബോട്ടിൻ്റെ തലയർത്ത് എടുക്കുന്ന സീനും പിന്നെ ഈ റോബോട്ടിൻ്റെ ഇതേ തല തന്നെ ബേസിൽ ക്ലൈമാക്സിൽ തിരിച്ചു കൊണ്ടുവരുന്ന സീനും, ഇതൊക്കെ ശരിക്കും ഗൂസ് ബമ്പ് വരേണ്ട ഒരു ഹൈ മൊമെൻ്റ് ആവേണ്ട ഒരു സീനുകളാണ്. ഇതെല്ലാം തന്നെ വളരെ മിഡായിട്ടാണ് ഡയറക്ടർ എടുത്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ഈ സിനിമയിൽ മുള്ളംകുലി വേലായുധൻ വെറുതെ എടുത്ത പോലെയാണ് ഗാനഗുണ്ടയായിട്ടുള്ള ടൊവിനോയുടെ തോട്ടക്കുട്ടൻ കയ്യിലൊരു ചെടം കെട്ടി ഭാര്യയുടെ മോളുടെ ഒപ്പം സംഗീതത്തിൻ്റെ അരങ്ങേറ്റത്തിന് വേണ്ടി നടക്കുന്നത്. അതായത് ആ ചരട് പൊട്ടിച്ചു കഴിഞ്ഞാൽ അയാൾ വീണ്ടും ഗുണ്ടയായി എന്നാണ് അർത്ഥം. ആ ചരട് പൊട്ടിക്കുന്ന സീനും അതിലേക്ക് ബിൽഡ് ചെയ്യുന്ന ഇവൻ്റ് ഒന്നും ഒരു തരത്തിലും നേരത്തെ പറഞ്ഞ ഹൈ മൊമെൻറ്റിൻ്റെ അയലത്ത് എത്തിയിട്ടില്ല. അതായത് അതൊക്കെ സിനിമയിൽ വലിയൊരു മൊമെൻ്റ് ആവേണ്ട കാര്യമാണ് ഇവർ വളരെ പ്ലെയിനായിട്ട്, എസ്പെഷ്യലി ചരടൊക്കെ പൊട്ടിച്ച ശേഷം ബേസിലെ ചവിട്ടുന്നൊരു സീനുണ്ട്. ഈ ആ ചവിട്ടിൽ പോലും ഒരു പഞ്ചില്ല. പ്രത്യേകിച്ച് ഓക്കെ തോട്ടക്കൂട്ടൻ ഇത് പൊട്ടിച്ചു, ഇനി എന്തെങ്കിലുമൊക്കെ നടക്കുമോനെ, ഏട്ടൻ പണി തുടങ്ങി, ആ സാധനം ഒന്നും തന്നെ ഇതിനകത്ത് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു സെക്കൻഡ് ഹാഫ് കഴിഞ്ഞാൽ ഫുൾ ഫ്ലാറ്റ് ആയിട്ടാണ് പടത്തിൻ്റെ പോക്ക്. ദെൻ കംസ് ദ മേജർ 2 ക്യാരക്ടേഴ്സ് ഓഫ് ദ ഫിലിം. നമ്മുടെ വിനീത് ശ്രീനിവാസൻ ഇൻ ആൻഡ് ആസ് വിനീത് ശ്രീനിവാസൻ, അതേപോലെ തന്നെ ഷാൻ റഹ്മാൻ. ഇവരെ കൊണ്ട് ക്ലൈമാക്സിലിട്ട് ഓടിച്ചൊരു ഓട്ടമുണ്ട്. അതായത് പുള്ളിയുടെ സിനിമകളുടെ റെഫറൻസും ഷാൻ റഹ്മാൻ്റെ കുറേ റെഫറൻസും വെച്ച് ഒരുപാട് അങ്ങോട്ട് വലിച്ചു നീട്ടി ഓൾമോസ്റ്റ് ഒരു 2 മണിക്കൂർ തീരേണ്ട പടം പിന്നെയും ഒരു 20 മിനിറ്റ് ക്ലൈമാക്സിലേക്ക് സ്ട്രെച്ച് ചെയ്ത് ഒരു തരത്തിലും ചിരി വരാത്ത രീതിയിൽ ഇങ്ങനെ വലിച്ചു നീട്ടി റബ്ബർ ബാൻഡ് പോലെ വലിച്ചു നീട്ടുന്നുണ്ട്. ഞാൻ ആലോചിക്കുകയാണ് എന്ന് തീരും ഈ റെഫറൻസ് പരിപാടികൾ. അതായത് ഒരു പരിധി വരെ കുഴപ്പമില്ല, പക്ഷേ വീണ്ടും വീണ്ടും ഇത് തന്നെ റെഫറൻസ്. അതായത് ചെന്നൈ പാസം, പിന്നെ ഷാൻ റഹ്മാൻ്റെ ഇവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു പാസം, ഇങ്ങനെ പാസം വെച്ചും ചെന്നൈയുടെ റെഫറൻസ് വെച്ചും വിനീത് ശ്രീനിവാസൻ എത്ര നാളിങ്ങനെ ഊറ്റും, എത്ര നാളിങ്ങനെ ഇതേ കാര്യം തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ അഴുക്കച്ചക്ക എന്നുള്ള ഡയലോഗ് പറയാൻ വേണ്ടി മാത്രം നമ്മളെ ശാന്തിയുടെ ദിനേശൻ ഒരു ക്യാരക്ടർ, അയാളെ കൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. പിന്നെ കാട്ടാക്കട യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമ്മുടെ നിതിൻ പരമേശ്വരനെ കൊണ്ടുവന്നിട്ടുണ്ട്. അയാൾക്ക് ആ ഡയലോഗ് പോലും ഇല്ല സിനിമയിൽ. എക്സ്ട്രാ വന്നിട്ടുള്ള ഡയലോഗ് അത് ഡബിൽ കയറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതേപോലെ റെഫറൻസുകൾക്ക് വേണ്ടി മാത്രം കൊണ്ടുവന്ന കുറേ ക്യാരക്ടേഴ്സും ഇതെല്ലാം വെറുതെ സ്ട്രെച്ചായിരുന്നു, ലാഗായിരുന്നു, ഒരു തരത്തിലും എൻ്റർടൈനിങ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ തിയേറ്ററിൽ ഓളം ഉണ്ടാക്കാൻ വേണ്ടി ഒരു ക്യാമിയോ കൊണ്ടുവന്നു ഹാഷിറിൻ്റെ ക്യാമിയോയ്ക്ക് അത്യാവശ്യം ഓളം ഉണ്ടായിരുന്നു തിയേറ്ററിൽ. പക്ഷേ ഒരു 10 സെക്കൻഡ് നേരത്തെ ഓളം എന്നതിനപ്പുറത്തേക്ക് ആ ക്യാരക്ടറിനെ കൊണ്ട് ഒന്നും ചെയ്യാനും സാധിച്ചിട്ടില്ല. പെട്രോൾ അടിക്കാൻ 230 രൂപയ്ക്ക് പെട്രോൾ അടിച്ചു എന്ന് പറഞ്ഞ ഒരു ചിരി പടർത്തി സീനല്ലാതെ ആ ഒരു ക്യാരക്ടറിനെ പോലും മര്യാദയ്ക്ക് യൂസ് ചെയ്തിട്ടില്ല. ഒരു കാറ് ഒന്ന് ഡ്രിഫ്റ്റ് ചെയ്യുന്നു, ഇവരെ ഒന്ന് രക്ഷിക്കുന്നു, അല്ലാതെ ഒരു തരത്തിലും ആ സിനിമയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ആ ക്യാരക്ടറിന് സാധിച്ചിട്ടില്ല. അറ്റ്ലീസ്റ്റ് കുറച്ചൊരു നല്ലൊരു മൊമെൻറ്റ് കൊടുത്തായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ക്ലൈമാക്സിലേക്ക് ഒരു പേ ഓഫ് പോലെ ആ ക്യാരക്ടറിനെ വീണ്ടും വന്ന് കൊണ്ടുവന്നിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു യൂസ് ഉണ്ടായിരുന്നു. ഇത് ചുമ്മാ ഒരു തിയേറ്ററിൽ ഒരു 10 സെക്കൻഡ് ഒരു കൈയിടി, അതിനപ്പുറത്തേക്ക് വളരാത്ത ഒരു മുരടിച്ച് പോയൊരു ക്യാരക്ടറായിപ്പോയി ഹാഷിറിൻ്റെ. സോ ഓൾ ടുഗെദർ നോക്കിക്കഴിഞ്ഞാൽ 2.5 മണിക്കൂർ ഒരു വികാരമില്ലാതെ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നൊരു സിനിമയായിപ്പോയി. എനിക്ക് പേഴ്സണലി അതിരടി. സിനിമയെ പറ്റി കൂടുതൽ ഞാൻ ഡയലോഗ് അടിക്കുന്നതിന് മുമ്പ് ഞാൻ ഒറ്റൊരു കാര്യം കാണിച്ചു തരാം. എന്താക്കാണ് ഇത് കാണിക്കാൻ കാരണം വേറൊന്നല്ല, ഇത് ഞാൻ തിയേറ്ററിൽ തന്നെ പോയി ഈ പടം കണ്ടു എന്നുള്ളതിൻ്റെ ഒരു എവിഡൻസ് ഞാൻ കാണിച്ചതാണ്. കാരണം വേറൊന്നല്ല, ഈ ഇടയായിട്ട് വന്ന് കണ്ടുവരുന്നൊരു പ്രധാന ഒരു കാര്യമാണ്, ഒരു പടം വർക്കായില്ല എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ വന്നിട്ട് കുറേ എണ്ണങ്ങൾ കമൻറ്റ് ബോക്സിൽ ചിരി പടർത്താൻ വേണ്ടി പറയും, എത്തിയല്ലോ OTT വാണങ്ങളുടെ. അതായത് ഇവന്മാരുടെയൊക്കെ വിചാരം തിയേറ്ററിൽ കണ്ട ഒരു സാധനം OTT വന്നിട്ട് അഥവാ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും പറയാനേ അവകാശമില്ലടാ എന്നുള്ള രീതിയിലാണെന്ന് തോന്നും. നിന്നോടൊക്കെ ഒറ്റക്കാര്യമോ പറയാനുള്ളൂ, പടം നല്ലതാണെങ്കിൽ തിയേറ്ററിലിരുന്ന് കണ്ടാലും OTT കണ്ടാലും ഒരേപോലെ വർക്കാവണം. പിന്നെ ആകെപ്പാടുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, ഒരു മാസം പടമൊക്കെ ആണെങ്കിൽ അതൊരു കിടിലൊരു ക്രൗഡിനൊപ്പം തന്നെ ഇരുന്ന് കാണണം. അത് OTT കണ്ട ആ ഒരു ഫീല് കിട്ടില്ല, അത് സത്യമാണ്. അതേപോലെ തന്നെ ഒരു കോമഡി സീൻ ഒരു ക്രൗഡിനൊപ്പം ഇരുന്ന് കാണുമ്പോൾ, നമ്മൾ ഒറ്റയ്ക്കിരുന്ന് കാണുമ്പോൾ ചിരിക്കാൻ സാധ്യതയില്ലാത്ത പല സീനുകളും ക്രൗഡിനൊപ്പം ഇരുന്ന് കാണുമ്പോൾ ചിരി വരും. ആ ഒരു സൈക്കോളജിയാണ് ഇവിടെ വർക്കാവുന്നുള്ളൂ. അല്ലാണ്ട് OTT വന്നിട്ട് പടം അത്ര വർക്കായില്ല എന്ന് പറയുമ്പോഴേക്കും OTT വന്ന് പടം കണ്ട് തിയേറ്ററിൽ പോലും പോകാത്ത നീയൊക്കെ ഒരു സിനിമ ഫാനാണോ എന്നൊക്കെ ചോദിക്കുന്ന കുറേ മരപ്പാടുകളുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഞാൻ എൻ്റെ ടിക്കറ്റ് കാണിച്ചു തന്നത്. സോ സിനിമയിൽ എനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയ കുറച്ച് കാര്യങ്ങൾ കൂടി പറയാം. അതായത് റിയ ഷിബു
സർവ്വമായ എന്ന സിനിമ നല്ല കിടിലനായിട്ട് എൻ്റർടൈനിങ് പടമായിരുന്നു. അത് ഹിറ്റടിച്ച് നല്ല എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ്. ഇഷ്ടപ്പെടാത്തവരും കാണും. പക്ഷെ എന്നാലും ആ ഒരു സിനിമയിൽ ഡെലുലു ആയിട്ട് വന്ന എല്ലാ ആൾക്കാരുടെ ഒരു ഫേവറേറ്റ് ആയിരുന്നു ആ റിയ ഷിബുവിൻ്റെ ക്യാരക്ടർ. ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരു ഷെയ്ഡും ഇല്ലാണ്ടാണ് റിയ ഷിബു ഈ സിനിമയിൽ സ്വാതി ആർ കൃഷ്ണ എന്നുള്ള ക്യാരക്ടർ ചെയ്തിട്ടുള്ളത്. അത് തന്നെ ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്ലസ് ആണ്. ഇല്ലെങ്കിൽ വെറുതെ റിപ്പീറ്റേഷൻ അടിച്ച് ക്യൂട്ട്നെസ് മെഴുകി വെറുപ്പിക്കുന്ന ഒരു ക്യാരക്ടറായിട്ട് റിയ ഷിബു ചെയ്ത സ്വാതി ആർ കൃഷ്ണ മാറിയല്ലേ. പക്ഷേ സ്വന്തമായിട്ട് ഐഡൻറ്റിറ്റി ഉള്ള സാംബോയുടെ ഒപ്പം കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു വ്യക്തിത്വമുള്ളൊരു ക്യാരക്ടറായിരുന്നു ഈ പറഞ്ഞ സ്വാതി ആർ കൃഷ്ണ. അത് ഒന്നാമത്തെ പോസിറ്റീവ്. ഈ സിനിമയിൽ എനിക്ക് വർക്കായ ഒരു ക്യാരക്ടറായിരുന്നു പുരുഷു, അതായത് പ്രശാന്ത് എന്ന ക്യാരക്ടർ ചെയ്ത ഷെൽവിൻ ജെയിംസ്. നമ്മൾ റീല് കണ്ട് അയാൾ അത്രയ്ക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ആ ഒരു റോള് ഷെൽവിൻ ജെയിംസ് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് ടൊവിനോയുടെ ക്യാരക്ടറൈസേഷൻ. തോട്ടക്കൂട്ടൽ, അതായത് ഒരു ഗാനകുണ്ടയായിട്ട് വരുന്ന ടൊവിനോയുടെ ക്യാരക്ടറൈസേഷൻ അടിപൊളിയായിരുന്നു. ആ ഒരു ട്രിവാൻഡ്രം സ്ലാങ്ങൊക്കെ പിടിച്ച് ആ ഒരു ലൈനിൽ അങ്ങോട്ട് പുള്ളി അങ്ങോട്ട് ഇന്നായാൽ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് വൈഫായിട്ട് വന്ന സെറിൻ ഷിഹാബ്, ഇവരൊരു കിടിലനൊരു അണ്ടർ റേറ്റഡ് ആക്ട്രസ്സാണ്. ഇവർ ഏതൊക്കെ സിനിമയിലുണ്ടോ ഇവർ ഒരിക്കലും ഇവരുടെ പേഴ്സണൽ ലൈഫിലെ ക്യാരക്ടറായിട്ട് നമുക്കൊരു ഫീൽ ചെയ്യാത്ത രീതിയിൽ പക്ക ക്യാരക്ടറായിട്ട് ബ്ലെൻഡിനാവും. നമ്മുടെ റോഷൻ മാത്യുവിന് കണ്ടംപററി ആയിട്ട് വെക്കാൻ പറ്റുന്ന ഒരു കിടിലനൊരു ആക്ട്രസ്സാണ് ഇവർ. രണ്ടുപേരും കിടിലനാണ്. അതായത് സെറിൻ ഷിഹാബ് പാട്രിയറ്റ് എന്ന സിനിമയിൽ വേറൊരു എന്തായാലും ഡിഫറെൻ്റ് ആയിട്ടൊരു റോൾ ചെയ്തു. അവരും രണ്ടാളും ഒരേ ആളാണെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. അത്രയ്ക്ക് ഗംഭീരമായിട്ട് അവർ ആ റോൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ആട്ടം എന്ന സിനിമയിലാണെങ്കിലും രേഖാചിത്രം എന്ന സിനിമയിലാണെങ്കിലും ഈവൻ ഈ സിനിമയിലാണെങ്കിലും ഇത്തിരി നേരം എന്നൊരു സിനിമയിൽ ഇവർ റോഷൻ്റെ പെയറായിട്ട് വന്നിരുന്നു. അതിലും എല്ലാ സിനിമയിലും ഇവർ സ്വന്തമായിട്ട് നല്ലൊരു വെറൈറ്റി റോള് കിടിലനായിട്ട് ചെയ്യുന്ന ഒരു ആക്ട്രസ്സാണ്. ഇത്രയും ആയിരുന്നു ഈ സിനിമയിൽ എനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയ കാര്യങ്ങൾ. ഇതേ സിനിമ ഞാൻ വീട്ടിലെൻ്റെ മാതാശ്രീക്ക് ഇട്ട് കൊടുത്തു. അരമണിക്കൂറായപ്പോഴേക്കും അവരത് നിർത്തിപ്പോയി. കണ്ടിട്ട് ബോറടിച്ചിടാ എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഇത് തന്നെയായിരിക്കും പലരുടെ അവസ്ഥ. ഇത് തന്നെയായിരിക്കും. തിയേറ്ററിൽ കണ്ടിട്ട് ഇത് സിനിമ കണക്റ്റ് ആവാതെ പോയവരുണ്ടാവും, ചിരിച്ചും മറിഞ്ഞവരുണ്ടാവും. തിരിച്ചും മറിഞ്ഞവരുണ്ടെങ്കിൽ ഐ എം സോ ഹാപ്പി ഫോർ യു. പക്ഷെ എനിക്കിത് ഒരു തരത്തിലും കണക്റ്റ് ആയിട്ടില്ല. മേ ബി ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആവാം ഒരു തരത്തിലും കണക്റ്റ് ആവാതെ ചിരി തോന്നാതിരിക്കാനുള്ള മെയിൻ റീസൺസ്. നിങ്ങൾക്കും അത് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.